ദേവാദിദേവന്റെ കോപാഗ്നിയിൽ നിന്നും പുറപ്പെട്ട ഊർജത്തിൽ നിന്നും പിറവികൊണ്ട് വരുണദേവൻ വളർത്തുപിതാവായി പിൽക്കാലത്ത് ശുക്രാചാര്യരെന്ന അസുരഗുരുവിൻ്റെ സംരക്ഷണയിൽ വളർന്നു. ത്രിലോകങ്ങളും കീഴടക്കിയ മഹേശ്വരന്റെ അസുരഭാവമുള്ള പുത്രനാകുന്നു ജലന്ധരൻ. ഒരിക്കൽ ദേവേന്ദ്രനും ദേവഗുരുവായ ബൃഹസ്പതിയും ശിവാലയമായ വെള്ളിപോൽ തിളങ്ങുന്ന കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ സ്വതവേ അഹങ്കാരചിത്തനായ ദേവേന്ദ്രന്റെ ചെയ്തികളിൽ മഹാദേവൻ അതൃപ്തനായിരുന്നു. അപ്പോൾ കൈലാസത്തിലേക്ക് പുറപ്പെട്ട ഇന്ദ്രനെയും ബൃഹസ്പതിയെയും ശിവഭഗവാൻ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അതിനാൽ തന്നെ അദ്ദേഹം ഒരു യോഗിയായി അഘോരിയായി മാറിക്കൊണ്ട് ഇവരുടെ മുൻപാകെ പ്രത്യക്ഷനായി. പ്രൗഢഗംഭീരമായി ദേവേന്ദ്രനും പരിവാരങ്ങളും വരുന്നത് കണ്ട് മഹാദേവൻ അഘോരി സന്യാസിയായി മാർഗമധ്യേ നിലകൊണ്ടു. എന്നാൽ അദ്ദേഹത്തെ മാർഗത്തിൽ നിന്ന് മാറ്റുവാൻ ഇന്ദ്രപരിചാരകന്മാർ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, തന്നോടാണോ എന്നൊരു ഭാവം പോലും പ്രകടിപ്പിച്ചില്ല. ഒടുക്കം ദേവരാജൻ തന്നെ ഐരാവതത്തിൽ നിന്നും താഴെയിറങ്ങി അദ്ദേഹത്തെ പുച്ഛിച്ചുകൊണ്ട് മാർഗതടസ്സമുണ്ടാക്കാതെ മാറുവാൻ ആവശ്യപ്പെട്ടു. അഘോരിയുടെ ഭാവത്തിൽ തെല്ലും ഒരു വ്യത്യാസമുണ്ടായിരുന്നില്ല. അവിടെ തന്നെ അദ്ദേഹം നിലകൊണ്ടു. എന്നാൽ കോപിഷ്ഠനായ ദേവേന്ദ്രൻ ഇടിമിന്നലിൻ്റെ മൂർത്തിയും കൂടെയാകുന്നു. അഘോരിക്കുമേൽ ഇന്ദ്രൻ മിന്നൽ പിണരുകൾ പായിച്ചു. എന്നാൽ സകലതിൻ്റെയും നാഥനായ മഹാദേവന് ഇടിമിന്നൽ പുഷ്പഹാരം കണക്കെയായിരുന്നു. അതിനാൽ തന്നെ ആ ഇടിമിന്നൽ തിരികെ ഇന്ദ്രന്റെ കരങ്ങളെ തന്നെ വേദനപ്പെടുത്തി. ഇന്ദ്രന്റെ ഈ അഹങ്കാരത്തിൽ മഹാദേവൻ സംഹാരരൂപിയായി മാറി അഗ്നിനേത്രം ഉണർന്നു. ത്രിനേത്രത്തിൽ നിന്നും ഉണർന്ന അഗ്നി കണ്ട് ഇന്ദ്രനും ബൃഹസ്പതിയും തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതാരാണെന്ന് മനസ്സിലാക്കി. ഇന്ദ്രന് നേരെ കുതിച്ച കോപാഗ്നി പിൻവലിക്കുവാനും തന്നെ വധിക്കരുതെന്നും മഹാദേവനോട് കേണു ബൃഹസ്പതി. സർവദേവഗണങ്ങളും പരിഭ്രാന്തിയിലായി. ബ്രഹ്മവിഷ്ണുമാർ സൃഷ്ടിയുടെ വിനാശം സംഭവിക്കരുതെന്നും അപേക്ഷിച്ചു. ഏവരുടെയും അപേക്ഷയിൽ മഹാദേവൻ കോപം നിയന്ത്രിച്ചു. തൻ്റെ കോപാഗ്നി വരുണനിൽ അഥവാ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. ആ അഗ്നി ഒരു ബാലകനായി രൂപാന്തരം പ്രാപിച്ചു. അവനാകുന്നു ജലന്ധരൻ. അവൻ വരുണപുത്രനായി വളർന്നു. ബാല്യത്തിൽ തന്നെ വിനാശത്തിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി ജലന്ധരൻ. പിന്നീട് അസുരഗുരുവായ ശുക്രാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ശിക്ഷണങ്ങളെല്ലാം നേടി ഒരു യുവാവായി മാറിയ മഹാദേവപുത്രൻ പിന്നീട് പരാക്രമങ്ങൾ കാട്ടി ത്രിലോകവും കീഴടക്കി. അങ്ങനെ അസുരചക്രവർത്തിയായി മാറിയ ജലന്ധരൻ അസുരനായ കാലനേമിയുടെ പുത്രിയായ വൃന്ദയെ വിവാഹം ചെയ്തു. ആ കാലത്താകുന്നു പാലാഴിമഥന കഥ ശുക്രാചാര്യർ ജലന്ധരനെ ധരിപ്പിക്കുന്നത്. അത് കേട്ട് കുപിതനായ അദ്ദേഹം തൻ്റെ പിതാവായ വരുണനിൽ നിന്നും, അതായത് പാലാഴിയിൽ നിന്നും അമൂല്യ വസ്തുക്കൾ സ്വന്തമാക്കിയ ദേവന്മാരോട് വിദ്വേഷമായി. ആ പകയിൽ ജലന്ധരൻ ദേവലോകം ആക്രമിച്ചു. അതൊരു വലിയ ദേവാസുര യുദ്ധമായി മാറി. ധാരാളം ദേവന്മാർ മൃതിയടഞ്ഞു. അതുപോലെ തന്നെ അസുരന്മാരും. മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ച് ശുക്രാചാര്യർ അസുരന്മാരെ പുനർജീവിപ്പിച്ചു. എന്നാൽ മൃതിയടഞ്ഞ ദേവന്മാരെ രക്ഷിക്കുന്നതിനായി സഞ്ജീവിനി പ്രാപ്തമാക്കാൻ ബൃഹസ്പതി ചെല്ലവേ ജലന്ധരൻ ദ്രോണപർവ്വതം തൻ്റെ കരങ്ങളാൽ ഉയർത്തി സമുദ്രത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ മഹാവിഷ്ണു അതിൽ കോപിതനാകുകയും ജലന്ധരനുമായി അതിഭീകരമായ യുദ്ധം നടത്തുകയും ചെയ്തു. എന്നാൽ തനിക്ക് താൻ പോരുന്ന തരത്തിലുള്ള യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ ആ രീതിയിലായിരുന്നു ജലന്ധരൻ്റെ പ്രകടനവും. ജലന്ധരൻ്റെ ധീരതയ്ക്ക് മുന്നിൽ
വിഷ്ണു ഭഗവാൻ തൃപ്തനായി. അങ്ങനെ വീണ്ടും ജലന്ധരൻ ത്രിലോകവും അടക്കി ഭരിച്ചു. അങ്ങനെ ജലന്ധരൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവന്മാരും നാരദരും ഒരിക്കലൊരു തീരുമാനത്തിലെത്തി. അതുപ്രകാരം നാരദർ ഒരിക്കൽ ജലന്ധരൻ്റെ രാജധാനിയിലെത്തി. എന്നിട്ട് ഇപ്രകാരം ചൊല്ലി: പ്രപഞ്ചത്തിൽ ഏറ്റവും സുന്ദരമായ ഇടമാകുന്നു കൈലാസം. അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. എന്നാൽ ജലന്ധരൻ തൻ്റെ സാമ്രാജ്യവും സമ്പത്തും സുന്ദരിയായ പത്നി വൃന്ദയെയും കാട്ടിക്കൊണ്ട്, ഇത്രയും സൗഭാഗ്യങ്ങൾ കൈലാസത്തിലുണ്ടാവില്ലല്ലോ നാരദരെ എന്ന് പറഞ്ഞു. എന്നാൽ നാരദർ വീണ്ടും വിവരണം തുടർന്നു. കൂടാതെ ശിവപത്നിയായ പാർവതീദേവിയെയും വർണ്ണിച്ചു. അതിൽ ജലന്ധരൻ മയങ്ങി. സ്വമാതാവാണെന്നറിയാതെ ജലന്ധരൻ തൻ്റെ ദൂതനായ രാഹുവിനെ കൈലാസത്തിലേക്ക് അയക്കുകയും, ഒരു വൈരാഗിയായ താങ്കൾക്ക് ഇത്ര സുന്ദരിയായ പത്നി എന്തിനാണെന്നും ആ സുന്ദരിയെ തൻ്റെ സ്വാമിക്ക് കൈമാറണമെന്നും ആവശ്യമുന്നയിച്ചു. അതിൽ കോപിതനായ രുദ്രൻ ജലന്ധരനുമായി ഘോരയുദ്ധം ചെയ്യുകയും, മഹാദേവനാൽ ഉടലെടുത്ത ജലന്ധരൻ മഹാദേവനാൽ തന്നെ അവസാനിക്കുകയും ചെയ്തു.